ശ്രീനാരായണൻ്റെ നാഭിയിൽ നിന്നുണ്ടായ താമരപ്പൂവിൽ നിന്നും ബ്രഹ്മദേവൻ ജനിച്ചു. ആ താമരയുടെ മധ്യത്തിലിരിക്കുന്ന ബ്രഹ്മദേവൻ പൂർവസൃഷ്ടമായ ലോകം എവിടെയാണെന്ന് നാലുഭാഗവും നോക്കി. സംവത്സരങ്ങളോളം അന്വേഷിച്ചിട്ടും തൻ്റെ ഉൽപ്പത്തിസ്ഥാനം കണ്ടെത്തുവാൻ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. പുറമെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയാതിരുന്നതുകൊണ്ട് ആ പ്രവൃത്തിയെ മതിയാക്കി ബ്രഹ്മാവ് വീണ്ടും തൻ്റെ വാസസ്ഥാനമായ താമരയിൽ വന്നിരുന്ന് അന്തർഭാഗത്തിൽ അന്വേഷിപ്പാൻ വേണ്ട സമാധിയോഗത്തെ പ്രാപിച്ചു. 100 സംവത്സരക്കാലം അനുഷ്ഠിച്ചതായ ആ സമാധിയോഗം നിമിത്തം തൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന പരമാർത്ഥം അറിയുവാനുള്ള യോഗ്യത ലഭിച്ച ബ്രഹ്മാവ് ആ സത്യവസ്തു തൻ്റെ ഹൃദയത്തിൽ വിളങ്ങുന്നതായിട്ട് കണ്ടു. ആ പരമപുരുഷനെ എപ്പോൾ കണ്ടുവോ അപ്പോൾ തന്നെ ആ പുരുഷോത്തമൻ്റെ നാഭിയാകുന്ന ഒരു താമരപ്പൂവിനെയും അതിലിരിക്കുന്ന തന്നെയും പ്രളയജലം, വായു, ആകാശം എന്നിവയെയും കണ്ടു. ഉടനെ ഇദ്ദേഹം തന്നെയാണ് ലോകത്തിൻ്റെ കാരണമായിരിക്കുന്ന ഭഗവാൻ എന്നു നിശ്ചയിച്ച് ആ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ ബ്രഹ്മസ്തുതി. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിലെ 1 മുതൽ 25 വരെയുള്ള 25 ശ്ലോകങ്ങളാണ് ബ്രഹ്മസ്തുതി. 1-ാമത്തെ ശ്ലോകം. ബ്രഹ്മോവാച ജ്ഞാതോസി മേദ്യഃ സുചിരാനനുദേഹഭാജാം നജ്ഞായതേ ഭഗവതോ ഗതിരിത്യവദ്യം നാന്യത്വദസ്തി ഭഗവന്നഭി തന്ന ശുദ്ധം മായാഗുണവ്യതികരാദ്യ ദുരുർവിഭാസി. ബ്രഹ്മദേവൻ സ്തുതിച്ചു. ഹേ ഭഗവൻ, ബഹുകാലം ചെയ്ത തപസ്സിൻ്റെ ഫലമായിട്ടിപ്പോൾ അങ്ങയെ അറിയുവാൻ എനിക്ക് സാധിച്ചു. ഈ ദർശനം സാധിക്കാതെ ഇരിക്കുന്നതു തന്നെയാണ് ശരീരത്തെ ധരിച്ചവർക്കുള്ള മഹാദോഷം. എന്നാൽ കാണപ്പെടുന്ന സകലവും അങ്ങയുടെ രൂപഭേദങ്ങൾ തന്നെ എങ്കിലും അവയൊന്നും പരിശുദ്ധമല്ല. മായാഗുണങ്ങളുടെ ബന്ധം നിമിത്തം അങ്ങ് ബഹുരൂപനായിട്ട് കാണപ്പെടുന്നതാകയാൽ നിർഗുണനും നിരതിശയാനന്ദ സ്വരൂപനുമായിട്ട് കാണപ്പെടുന്നില്ല. 2-ാമത്തെ ശ്ലോകം. രൂപം തദേതവബോധരസോദയേന ശശ്വന്നിവൃത്തതമസഃ സദനുഗ്രഹായ ആദൗ ഗൃഹീതമവതാരശതൈകബീജം എന്നാഭി പത്മഭവനാദഹമാവിരാസം. അറിവാകുന്ന അമൃതത്തിൻ്റെ പ്രവാഹം നിമിത്തം എപ്പോഴും അവിദ്യാസംബന്ധമില്ലാതിരിക്കുന്ന അങ്ങയുടെ ഈ രൂപം സത്തുക്കളുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് അങ്ങയാൽ സ്വീകരിക്കപ്പെട്ടതും അനേക അവതാരങ്ങളുടെ മൂലകാരണവുമാകുന്നു. അതിനുദാഹരണം ഞാൻ തന്നെ. അങ്ങയുടെ നാഭിയിലുണ്ടായ താമരയാകുന്ന സ്ഥാനത്തിൽ നിന്നാണല്ലോ ഞാൻ ഉണ്ടായിരിക്കുന്നത്. 3-ാമത്തെ ശ്ലോകം. നാദപരം പരമയദ്ഭവതഃ സ്വരൂപമാനന്ദമാത്രമവികൽപമവിദ്ദവർച്ചഃ പശ്യാമി വിശ്വസൃജമേകമവിശ്വമാത്മൻ ഭൂതേന്ദ്രിയാത്മകമതസ്ത ഉപാശ്രിതോസ്മി. അല്ലയോ സർവോത്കൃഷ്ട, ആനന്ദമാത്രവും വികൽപ്പമില്ലാത്തതും മറയ്ക്കപ്പെടാത്ത ചൈതന്യത്തോടു കൂടിയതുമായ അങ്ങയുടെ ഈ രൂപത്തിൽ നിന്ന് മീതെയുള്ള ഒന്നിനെയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ലോകവിലക്ഷണവും ലോകത്തിൻ്റെ നിമിത്ത കാരണവും ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും സ്വരൂപമായിരിക്കുന്നതും ഏകമാത്രമായി ഇരിക്കുന്നതുമായ അങ്ങയുടെ ഈ രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു. 4-ാമത്തെ ശ്ലോകം. തദ്വായിദം ഭുവനമംഗളമംഗളായ ധ്യാനേ സ്മനോദർശിതം തൗ ഉപാസകാനാം തസ്മൈ നമോ ഭഗവതേ അനുവിധേമ തുഭ്യം യോനാധൃതോ നരകഭാഗ്ഭിരസത്പ്രസംഗൈഃ. ലോകത്തിൻ്റെ മംഗളരൂപനായ ഹേ ഭഗവാൻ, അങ്ങയുടെ ഉപാസകന്മാരായ ഞങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവാനായിക്കൊണ്ട് ധ്യാനത്തിൽ കാട്ടിത്തന്നതായ ഈ രൂപം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സച്ചിദാനന്ദാത്മകമായ ആ പരമാർത്ഥ സ്വരൂപം തന്നെ. അസത്തുക്കളോട് ചേർച്ചയുള്ളവർ നരകത്തിൽ പ്രവേശിപ്പാനുള്ളവരാകയാൽ അവർ മാത്രം അങ്ങയെ ആദരിക്കാതിരിക്കും. ഞങ്ങളാകട്ടെ പരിപൂർണ സ്വരൂപനായ ആ അങ്ങയെ നിരന്തരം നമസ്കരിക്കുന്നു. 5-ാമത്തെ ശ്ലോകം. ഏതുത്തുദീയ ചരണാംബുജകോശഗന്ധം
ജിഗ്രന്ഥി കർണവിവരൈ ശ്രുതിവാദനീതം ഭക്ത്യാ ഗൃഹീതചരണപരയാ ച തേഷാം നാപൈഷിനാഥഹൃദയാം ബുരുഹാസ്വപുംസാം. ഹേ നാഥ, വേദമാകുന്ന കാറ്റിനാൽ സമീപം പ്രാപിക്കപ്പെടുന്ന അങ്ങയുടെ ഈ പാദപത്മഗന്ധവിശേഷത്തെ ശ്രോത്രദ്വാരങ്ങളിൽ കൂടെ ഉൾക്കൊള്ളുന്നവർ പരമഭക്തി നിമിത്തം ആ പാദത്തെ ഒരു കാലത്തും മറക്കുന്നില്ല. അങ്ങും അവർ സ്വജനങ്ങളാണെന്ന് ഉള്ള കരുണ നിമിത്തം അവരുടെ ഹൃദയകമലത്തെ ഉപേക്ഷിച്ച് മറ്റെങ്ങും പോകുന്നില്ല. 6-ാമത്തെ ശ്ലോകം. താവദ്ഭയം ദ്രവിണഗേഹ സുഹൃന്നിമിത്തം ശോകസ്പൃഹാ പരിഭവോ വിപുലശ്ച ലോഭഃ താവന്മേത്യ സദവഗ്രഹ ആർത്തിമൂലം യാവന്നതേങ്ക്രിമഭയം പ്രവണീതലോകഃ. ലോകത്തിൽ കാണപ്പെടുന്ന പ്രാണികൾ ഏതുകാലം വരെ സർവഭയങ്ങളെയും നശിപ്പിക്കുന്നതിന് സമർത്ഥമായ അങ്ങയുടെ പാദമൂലത്തെ സർവാത്മനാ ശരണം പ്രാപിക്കാതിരിക്കുന്നുവോ, അത്രകാലവും അവർക്ക് ധനം, വീട്, പുത്രൻ, ഭാര്യ, സുഹൃത്തുക്കൾ, എൻ്റേതെന്നുള്ള അസത്തുക്കളായിരിക്കുന്ന അഭിമാനം, അധികരിച്ച ലോഭം, അവമാനം, ആഗ്രഹം എന്നീ വൃത്തികൾ നിമിത്തമുണ്ടാകുന്ന ഭയം, നശ്വരമായ ദേഹാദികളെക്കുറിച്ച് എൻ്റേതെന്ന് ബലപ്പെട്ടു വരുന്ന അഭിനിവേശം, അതുമൂലമുണ്ടാകുന്ന പരമദുഃഖം എന്നിവ ഉണ്ടായിക്കൊണ്ടിരിക്കും. 7-ാമത്തെ ശ്ലോകം. ദൈവേന ദേഹദധിയോപവദ പ്രസംഗാത് സർവാശുഭോപശമനാദ്വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖലേശലവായ ദീനാഃ ലോഭാഭിഭൂതമനസോ കുശലാനി ശശ്വത്. സർവങ്ങളായ അശുഭങ്ങളെ നശിപ്പിക്കുന്നതായ അങ്ങയോട് കൂടെ തന്നെ ചേർന്നിരിക്കുക എന്ന സൽക്കർമ്മത്തിൽ പ്രവേശിക്കാതെയിരിക്കുന്ന വിമുഖങ്ങളായ ഇന്ദ്രിയങ്ങളോട് കൂടിയവരെല്ലാം തന്നെ തൽക്കാല തുച്ഛ സുഖങ്ങൾക്ക് വേണ്ടി നിരന്തരം ദുഃഖിക്കുന്നവരും പാപകർമ്മങ്ങൾ ചെയ്യുന്നവരുമാകുന്നു. അവർ ജന്മാന്തര ദുരിത കർമ്മബലത്തിന് അതീതന്മാരായതുകൊണ്ട് സുഖാഭാസത്തിൽ പരിഭ്രമിക്കുന്നു. വിവേകശൂന്യന്മാരായി അധോഗതിയെ പ്രാപിക്കേണ്ടി വരുന്നു. 8-ാമത്തെ ശ്ലോകം. ക്ഷുത്രിധാതുഭിരിമാ മുഹുരർദ്ധ്യമാനാഃ ശീതോഷ്ണവാതവർഷൈരിതതരേതരാശ്ച കാമാഗ്നിനാച്യുതരുഷാജ സുദുർഭരേണ സംപശ്യതോ മനൗരുക്രമസീതതേ മേ. ഹേ പരാക്രമശാലിയായ ദേവ, വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജര, മൃത്യു എന്നിവയാലും വാതം, പിത്തം, കഫം എന്ന് പറയപ്പെടുന്ന 3 ധാതുക്കളാലും തണുപ്പ്, ചൂട്, കാറ്റ്, മഴ എന്നിവയാലും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്ന പുത്രകളത്രാദികളാലും നിരന്തരം ക്ലേശിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സന്താനങ്ങളെ കാണുമ്പോൾ ഹേ ദേവ, എൻ്റെ മനസ്സു തളരുന്നു. അങ്ങയെ ഭജിച്ച് സന്താപസമുദ്രത്തിൽ നിന്ന് കരകയറുവാൻ പ്രാരബ്ധം ഇവരെ അനുവദിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വ്യസനിക്കുന്നു. 9-ാമത്തെ ശ്ലോകം. യാവത് പൃഥക്ത്വമിദമാത്മന ഇന്ദ്രിയാർത്ഥ മായാബലം ഭഗവതോ ജനൈശ പശ്യേത് താവന്ന സംസൃതിരസൗ പ്രതിസംക്രമേത വ്യർത്ഥാഭിദുഃഖനിവഹം വഹതി ക്രിയാർത്ഥ. ഹേ ഈശ്വര, അങ്ങയുടെ ഇച്ഛാസ്വരൂപിണിയായ മായ ആകാശബോധങ്ങളായിട്ടും ചക്ഷുഷാദികളായ ഇന്ദ്രിയങ്ങളായും പരിണമിച്ചു. അതുമൂലം ദേഹങ്ങളുണ്ടായി. ഇവയെല്ലാം അങ്ങയിൽ നിന്നു ഭിന്നമാണെന്നുള്ള തെറ്റായ വിചാരം ഏതു കാലം വരെ ജനങ്ങൾക്കുണ്ടായിരിക്കുമോ ആ കാലം വരെ ശരീരാദികളിൽ ആത്മാഭിമാനം നിമിത്തം ജനനമരണരൂപമായ സംസാരം നശിക്കുകയില്ല. 10-ാമത്തെ ശ്ലോകം. അന്യാപൃതാർത്ഥകരണാനിശിനിശ്യയാന നാനാ മനോരഥദിയാ ക്ഷണഭഗ്നനിദ്രാഃ ദൈവാഹദാർത്തരജനാ ഋഷയോപി ദേവാ യുഷ്മത്പ്രസംഗവിമുഖ ഇഹ സംസരന്തി. വേദശാസ്ത്രങ്ങൾ നന്നായി പഠിച്ചവരും മന്ത്രങ്ങൾ കണ്ടുപിടിക്കാൻ തക്ക വൈഭവമുള്ളവരുമായ ഋഷികളായാലും കഥാശ്രവണാദി ഭഗവൻ ഭക്തിപരന്മാരല്ലാതെ വന്നാൽ അവരും ജന്മമരണാദി ക്ലേശങ്ങളെ അനുഭവിക്കുക തന്നെ വേണം. അവരുടെ മനസ്സ് പകൽ സമയങ്ങളിൽ കുടുംബ ഭരണാദികളിൽ താൽപ്പര്യമുള്ളവരായി വരുമ്പോൾ
അതിനുവേണ്ട പല വ്യാപാരങ്ങളിലും ഏർപ്പെടും. അതുനിമിത്തം ഇന്ദ്രിയങ്ങൾ തളരും. വിശ്രമത്തിനായി ശയിച്ചാലും മനോരഥങ്ങളിൽ വ്യാപിക്കുന്ന ബുദ്ധി നിമിത്തം ഉറക്കം കിട്ടാതെ വിഷമിക്കും. അതുകൊണ്ട് ശാസ്ത്രാഭ്യാസം കൊണ്ട് മാത്രം ബലം സിദ്ധിക്കുകയില്ല. ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുക തന്നെ വേണം. 11-ാമത്തെ ശ്ലോകം. ത്വം ഭാവയോഗ പരിഭാവിത ഹൃത്സരോജ ആസേ ശ്രുതേഷിതപദോനനുനാദ പുംസാം യദ്യദ്ധിയാതൗരുകായ വിഭാവയന്തി തത്തദ്ദുഭൂ പ്രണയസേ സനുരുഗ്രഹായ. ഹേ സർവരക്ഷക, ശാസ്ത്രങ്ങളിൽ ബഹുവിധം കീർത്തിക്കപ്പെട്ടിരിക്കുന്ന പുണ്യകീർത്തെ, ഭക്തി എന്ന ഉപായത്താൽ അങ്ങയെ പ്രാപിക്കാമെന്ന് കഥാശ്രവണാദികളിൽ നിന്ന് ധരിച്ചതിനാൽ അങ്ങയെ സർവാത്മന ശരണം പ്രാപിച്ചിരിക്കുന്ന പരമഭക്തന്മാരുടെ പരിശുദ്ധമായ ഹൃദയപത്മത്തിൽ അങ്ങ് വസിക്കുന്നു. ഏതേതു രൂപത്തിൽ അങ്ങയെ ധ്യാനിക്കുന്നുവോ അതാതു രൂപത്തെ അങ്ങ് അവർക്ക് പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങയുടെ രൂപം അവർ ഹൃദയകമലത്തിൽ കാണുന്നു. 12-ാമത്തെ ശ്ലോകം. നാദിപ്രസീദതി തതോപചിതോപചാരൈഃ ആരാധിതസുരഗണൈർഹൃദി ബദ്ധകാമൈഃ യൽ സർവഭൂതദയയാ സദലഭ്യയൈകോ നാനാജനേഷു വഹിതഃ സുഹൃദന്തരാത്മാ. സകല പ്രാണികളുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായി വസിക്കുന്നവനും അവരുടെ ഉറ്റ ബന്ധുവുമായിരിക്കുന്ന ഭഗവാനെ പരമപ്രേമലക്ഷണയായ ഭക്തിയോടുകൂടെ ഭജിക്കുന്നവരിൽ ഏതുവിധം പ്രസാദിക്കുന്നുവോ ആ വിധം മഹാസമൃദ്ധിയോടുകൂടിയ ഉപചാരങ്ങളെ കൊണ്ട് പൂജിക്കുന്ന സകാമ ഭക്തന്മാരിൽ പ്രസാദിക്കുന്നില്ല. നിഷ്കാമ ഭക്തന്മാർ തന്നെ ഭഗവത് കാരുണ്യത്തെ അധികം അർഹിക്കുന്നത്. 13-ാമത്തെ ശ്ലോകം. പുംസാമതോ വിവിധ കർമ്മഭിരദ്വരാദ്യൈർഹി ദാനേന ചോഗ്രതപസാ വ്രതചര്യയാ ച ആരാധനം ഭഗവതസ്തവ സത്ക്രിയാർത്ഥോ ധർമ്മോർപ്പിതഃ കർഹിചിദ്ധ്രിയതേന യത്ര. വിവേകികളായ ജനങ്ങൾ ചെയ്യുന്ന യാഗാദികളായ ബഹുവിധ കർമ്മങ്ങൾ കൊണ്ടും ദാനം കൊണ്ടും കഠിന തപസ്സുകൊണ്ടും ഏകാദശി ആദി വ്രതങ്ങൾ കൊണ്ടും അവർക്ക് സിദ്ധിക്കണമെന്നാഗ്രഹിക്കുന്ന പരമബലം അങ്ങയുടെ പ്രസാദം മാത്രമാണ്. ഫലത്തെ ആഗ്രഹിച്ചു നടത്തുന്ന കർമ്മം ആ ഫലത്തെ സാധിപ്പിക്കുന്നതോടുകൂടെ നശിച്ചു പോകുന്നു. അതുകൊണ്ട് വിവേകികൾ ഫലകാംക്ഷ കൂടാതെ സകല കർമ്മങ്ങളെയും ഭഗവാനായ അങ്ങയുടെ പ്രസാദത്തിനായി സമർപ്പിക്കുന്നു. അവരാണ് കർമ്മകുലന്മാർ. 14-ാമത്തെ ശ്ലോകം. ശൈശ്വൽസ്വരൂപമഹസൈവ നിപീതഭേദ മോഹായ ബോധധിഷണായ നമഃ പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലയേഷു നിമിത്തലീലാരാസായ തേ നമ ഇദം ചക്രമേശ്വരായ. എപ്പോഴുമുള്ള സ്വരൂപശോഭയാൽ തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭേദമോഹങ്ങളോടുകൂടിയും ചൈതന്യമായ ബുദ്ധിയോടുകൂടിയും ഇരിക്കുന്ന പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം. പ്രകൃതിയുടെ പരിണാമനിമിത്തമുണ്ടാകുന്ന വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതിലയങ്ങളാകുന്ന ലീലയോടുകൂടെ പ്രകൃതിയുടെയും നിയന്താവായിരിക്കുന്ന ഈശ്വരനായ അങ്ങേക്ക് നമസ്കാരം. 15-ാമത്തെ ശ്ലോകം. യസ്യാവതാര ഗുണകർമ്മ വിഡംബനാനി നാമാനി യേസു വിഗമേ വിവശാ ഗൃണന്തി തേനൈകജന്മശമലം സഹസൈവ ഹിത്വാ സംയാന്ത്യപാവൃതമൃതം തമജം പ്രപദ്യേ. ഭഗവാന്റെ അവതാരവും ലോകസൃഷ്ട്യാദി ലീലകളും ജീവാനുഗ്രഹത്തിന് വേണ്ടിയാകുന്നു. ഭഗവാന്റെ ഗുണകർമ്മങ്ങളെ സൂചിപ്പിക്കുന്ന നാമധേയങ്ങളെ പ്രാണവിയോഗകാലത്തിൽ ആര് കീർത്തിക്കുന്നുവോ അനേക ജന്മദുരിതങ്ങൾ ഉപേക്ഷിച്ച് അവർ നാശരഹിതമായ പരമപദത്തെ പ്രാപിക്കുന്നു. ജന്മരഹിതനായ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. 16-ാമത്തെ ശ്ലോകം. യോ വാ അഹം ച ഗിരിശശ്ച വിഭുഃ സ്വയം ച സ്ഥിത്യുദ്ഭവപ്രളയഹേതവ ആത്മമൂലം ഭിത്വാ തൃപാദ്വവൃതയേക ഉരുപ്രരോഹാസ്തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായ. സൃഷ്ടിക്ക് മുമ്പ് ഏകനായിരുന്ന ഏതൊരാൾ ഗുണത്രയ സ്വരൂപനായിട്ട് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 വിഭാഗമായി സൃഷ്ടി, സംരക്ഷ, സംഹാരം എന്നീ ലീലകളെ അംഗീകരിച്ചു. പിന്നെയും ശാഖോപശാഖകളായി അനന്തരൂപങ്ങളെ സ്വീകരിച്ചു. ഒരു വിത്ത് അതിൽ നിന്നു തന്നെ അങ്കുരമായിട്ടും പിന്നെ 3 സ്കന്ധങ്ങളായിട്ട്
പിന്നെ അനേക ശാഖകളായിട്ടും പിരിഞ്ഞ് മഹത്തായി ഭവിക്കുന്നതുപോലെ ഏകമായിരുന്ന ബ്രഹ്മം ബ്രഹ്മവിഷ്ണു ശിവാദികളായും ദേവന്മാർ മനുഷ്യന്മാർ എന്നിങ്ങനെ അനേകമായിട്ടും ഭവിച്ച് ലോകമാകുന്ന വൃക്ഷരൂപത്തിൽ ഇരിക്കുന്നുവോ ആ ഭഗവാനായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. 17 ശ്ലോകം. ലോകോ വികർമ്മനിരതകുശലേ പ്രമത്തഃ കർമ്മണ്യയം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യശ്ചിനത്യനിമിഷായ നമോസ്തു തസ്മൈ. ഈ ലോകം അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന ഉത്തമമായ ആരാധനാമാർഗത്തിൽ മനസ്സിരുത്താതെ ശരീരാഭിമാനം നിമിത്തമുണ്ടാകുന്ന വിഷയഭോഗാശയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പാപകർമ്മങ്ങളെ ചെയ്യുന്നതിൽ താൽപ്പര്യമുള്ളതായിരിക്കുന്നിടത്തോളം കാലം പെട്ടെന്നു ജീവിതത്തിലുള്ള താൽപ്പര്യത്തെ നശിപ്പിക്കുന്ന നിമേഷരഹിതനായും കാലസ്വരൂപനും ആയിരിക്കുന്ന അങ്ങേക്കായി ഈ നമസ്കാരം ഭവിക്കട്ടെ. 18 ശ്ലോകം. യസ്മാദ് ബിഭേമ്യഹമപി ദ്വിപരാർദ്ധധിഷ്ണ്യാമദ്യാസിതഃ സകലലോക നമസ്കൃതം യത് തേ വേതപോ ബഹുസവോ വരുരുത്സമാനാത് തസ്മൈ നമോ ഭഗവതേതി മഹായ തുഭ്യം. സകല ലോകങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായിരിക്കുന്നതും ദ്വിപരാർദ്ധകാലം നിൽക്കുന്നതുമായ സത്യലോകത്തിൽ വസിക്കുന്ന ഞാൻ കൂടെ കാലസ്വരൂപനായ ആരെ ഭയപ്പെട്ട് അനേക യാഗങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ബഹുകാലം തപസ്സു ചെയ്തുവോ സർവയാഗങ്ങളുടെയും ബലദാതാവായ അങ്ങയെ പ്രാപിക്കണമെന്നുള്ള എൻ്റെ ഇച്ഛയെ സാധിപ്പിക്കുന്ന ഭഗവാനായ അങ്ങേക്ക് നമസ്കാരം. 19 ശ്ലോകം. തിര്യങ് മനുഷ്യ വിബുധാദിഷു ജീവയോനിഷു ആത്മേച്ഛയാത്മകൃതസേതു പരീപ്സയായഃ രേമേ നിരസ്തരതിരപ്യവരുദ്ധദേഹത്തസ്മൈ നമോ ഭഗവതേ പുരുഷോത്തമായ. തിര്യങ് യോനികളിൽ മത്സ്യം, വരാഹം, ഹംസം എന്നീ അവതാരങ്ങൾ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, പരശുരാമൻ എന്നീ അവതാരങ്ങൾ മനുഷ്യയോനികളിൽ, ദേവയോനികളിൽ വാമനൻ, ഹയഗ്രീവൻ എന്നീ അവതാരങ്ങൾ. ഈ അവതാരങ്ങളെല്ലാം ലോകമര്യാദകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാകുന്നു. സർവേശ്വരനും ഉത്തമ പുരുഷനുമായ അങ്ങേക്കായി നമസ്കാരം. 20 ശ്ലോകം. യേ വിദ്യയാനുബഹദോഭിദശാർദ്ധവൃത്യാ നിദ്രാമുവാഹ ജഡരീകൃതലോകയാത്രഃ അന്തർജലേ ഹി കശുഭുസ്പർശാനുകൂലാം ഭീമോർമിമാലിനി ജനസ്യ സുഖം വിവൃണ്വൻ. സ്തുതിക്കാൻ യോഗ്യനായിരിക്കുന്ന ഹേ ഭഗവാൻ, 5 വൃത്തികളോടുകൂടിയ അവിദ്യ എന്ന മായാസ്വരൂപത്തിൽ അങ്ങ് ബാധിക്കപ്പെടുന്നില്ല എങ്കിലും ഉദരത്തിൽ വഹിക്കുന്ന പൂർവ്വകൽപ്പത്തിലെ ലോകങ്ങളോടുകൂടിയ അങ്ങ് ഭയങ്കരമായ തിരമാലകളോടുകൂടിയ ഈ പ്രളയജലത്തിൻ്റെ മധ്യത്തിൽ ആദിശേഷനാകുന്ന ശയ്യയുടെ സ്പർശനം നിമിത്തമുള്ള സുഖത്തിന് അനുരൂപമായ നിദ്രയെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. 21 ശ്ലോകം. എന്നാഭി പത്മഭവനാദഹമാസമീഢ്യ ലോകത്രയോപകരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്തൗദരസ്തഭവായ യോഗ നിദ്രാവസാന വികസന്നളിനേഷണായ. 3 ലോകമാകുന്ന ഭോഗസാധനത്തോടുകൂടിയ ഞാൻ ആരുടെ കാരുണ്യകടാക്ഷം നിമിത്തം നാഭിയിലുണ്ടായ താമരയാകുന്ന സ്ഥാനത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നുവോ യോഗനിദ്രാവസാനത്തിൽ താമരദളം പോലെയുള്ള നേത്രങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് അന്തർഭാഗത്തിലിരിക്കുന്ന ലോകങ്ങളെയും എന്നെയും കടാക്ഷിക്കുന്ന ആ അങ്ങേക്കായി നമസ്കാരം. 22 ശ്ലോകം. സോയം സമസ്ത ജഗതാം സുഹൃദേക ആത്മാ സത്വേന യന്മൃഡയതേ ഭഗവാൻ ഭഗേന തേനൈവ മേ ദൃശമനുസ്പൃശദാദ്യദാഹം സ്രക്ഷ്യാമി പൂർവദതിദം പ്രണതപ്രിയോസോ. സകല ലോകങ്ങളുടെയും ഹിതകർത്താവും ഏകനുമായ ഭഗവാൻ യാതൊരു ജ്ഞാനത്താൽ ലോകങ്ങളെ ആനന്ദിപ്പിക്കുന്നുവോ ആ ജ്ഞാനമാകുന്ന ഐശ്വര്യം എനിക്കുണ്ടാകണം. എന്നാൽ മാത്രമേ ഈ ലോകത്തെ മുമ്പത്തെ പോലെ സൃഷ്ടിപ്പാൻ ഞാൻ സമർത്ഥനായി വരികയുള്ളൂ. അങ്ങയെ സർവാത്മനാ ശരണം പ്രാപിച്ചിരിക്കുന്ന എനിക്ക് ജഗൽ സൃഷ്ടിക്കാവശ്യമായ ജ്ഞാനമാകുന്ന ഐശ്വര്യത്തെ നൽകണമേ. 23 ശ്ലോകം. യേഷ പ്രപന്നവരതോ രമയാത്മശക്ത്യാ യദ്യത് കരിഷ്യതി ഗൃഹീത ഗുണാവതാരഃ
തസ്മിൻ സ്വവിക്രമമിദം സൃജതോ വിചേതോ യുഞ്ജീത കർമ്മശമലം ച യഥാ വിജഹ്യാം. ആത്മശക്തിയായ ലക്ഷ്മി ദേവിയോടുകൂടിയ ഗ്രഹിക്കപ്പെട്ട ഗുണാവതാരങ്ങളോട് കൂടിയവനും ശരണാഗതന്മാർക്ക് വരദാനം ചെയ്യുന്നവനുമായ ഈ ഭഗവാൻ ഏതൊന്നു ചെയ്യുന്നുവോ അതിൽ ഭഗവാന്റെ പരാക്രമത്തോടുകൂടിയ ഈ ലോകത്തെ സൃഷ്ടിക്കുന്ന എൻ്റെ മനസ്സിൽ കർമ്മജന്യമായ ദോഷം വ്യാപിക്കാതിരിക്കാൻ തക്ക വിധത്തിൽ എൻ്റെ മനസ്സിനെ ആ വിധം സൃഷ്ടികർമ്മത്തിൽ ഭഗവാൻ യോജിപ്പിക്കട്ടെ. അങ്ങനെ എനിക്ക് സൃഷ്ടികർമ്മം നിമിത്തമുള്ള പുണ്യപാപങ്ങൾ ബാധിക്കാതിരിക്കട്ടെ. 24-ാമത്തെ ശ്ലോകം. നാഭിഹ്രദാദിക സദോംബസി യസ്യ പുംസോ വിജ്ഞാനശക്തിരഹമാസമനന്തശക്തേഃ രൂപം വിചിത്രമിദമസ്യ വിവൃണ്ണതോ മേ മാരീരിഷീഷ്ടനിഗമസ്യ ഗിരാം വിസർഗഃ. പ്രളയത്തിൽ ശയിക്കുന്ന അനന്തശക്തിയോടുകൂടിയ ഏതൊരു ഭഗവാന്റെ നാഭിയാകുന്ന അഗാധ സ്ഥാനത്തിൽ നിന്നും ഞാൻ ജനിച്ചുവോ, വിജ്ഞാനത്തിൻ ശക്തിയോടുകൂടിയ ഞാൻ ഭഗവാന്റെ നാനാവിധമായ രൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നതായ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വേദവിസ്മൃതി ഭവിക്കാതിരിക്കണം. 25-ാമത്തെ ശ്ലോകം. സോസാവദഭ്രകരുണോ ഭഗവാൻ വിവൃദ്ധ പ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭൻ ഉത്തായ വിശ്വവിജയായ ജനോ വിഷാദം മാധ്വാഗിരാപനയദാത് പുരുഷപുരാണഃ. മഹത്തായ കാരുണ്യത്തോടു കൂടിയവനും ആദിപുരുഷനുമായ ഈ ഭഗവാൻ വർദ്ധിച്ചിരിക്കുന്ന പ്രേമത്തോടുകൂടിയ മന്ദഹാസത്തോടെ എഴുന്നേറ്റിരുന്ന് താമരദളം പോലെ മനോഹരമായിരിക്കുന്ന നേത്രങ്ങളെ വികസിപ്പിച്ചിട്ട് ലോകത്തെ ഏതുവിധം സൃഷ്ടിക്കണമെന്നുള്ള വിചാരം നിമിത്തമുള്ള എൻ്റെ ഖേദത്തെ മധുരമായ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കുവാൻ കരുണ കാണിക്കണം. ബ്രഹ്മാവിൻ്റെ സ്തുതി അവസാനിച്ചു. ഹരി ഓം.